ഇന്ന് ഡിന്നറിൻ്റെ ഒപ്പം ഇന്നൊരു ബംഗാളി ഡിഷ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ കുറേ ആയി ഉണ്ടാക്കണം ട്രൈ ചെയ്ത് നോക്കണം വിചാരിക്കണോ. എല്ലാവരും സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഒരു ബംഗാളി ഡിഷാന്നൊക്കെ പറയണ കേട്ടിട്ട് പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വഴുതനങ്ങ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ പുഴുവൊക്കെ ഉണ്ടോ നോക്കണം. എനിക്കൊരു പുഴുവിനെ കിട്ടി കേട്ടോ. പിന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക കേട്ടോ. എന്നിട്ടൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ തൈരില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കടയിൽ പോയി മേടിച്ചിട്ട്, ഈ കടയിൽ നിന്ന് മേടിക്കാൻ തൈരിന് ഒരു പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ പുളി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ തീരെ പുളി ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ തൈരിന് തീരെ പുളി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ തൈരിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന വഴുതനങ്ങയുടെ മേലെ ഒഴിച്ചിട്ട് കടുക് പൊട്ടി ചേർക്കാം കേട്ടോ. പിന്നെ ഈ കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ ഔഷധക്കഞ്ഞി കുടിക്കില്ല, ഈ വയസ്സായവരൊക്കെ. അല്ല, നമുക്ക് വേണമെങ്കിലും കുടിക്കാം കേട്ടോ, പക്ഷെ കുറച്ച് കയ്പ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് അത് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ശരി, ടാറ്റാ, ബൈ ബൈ.